പേജ് നമ്പർ 92-ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാം. 30 സെന്റിമീറ്റർ ചുറ്റളവും വശങ്ങളുടെ നീളം 1:2 എന്ന അംശബന്ധത്തിലുമായ ചതുരം വരയ്ക്കുക. ഇതേ ചുറ്റളവിൽ വശങ്ങളുടെ നീളം 2:3, 3:7 എന്നീ അംശബന്ധങ്ങളിലായ മറ്റു 2 ചതുരങ്ങൾ കൂടി വരയ്ക്കുക. 3 ചതുരങ്ങളുടെയും പരപ്പളവുകൾ കണക്കാക്കുക. ഏതു ചതുരത്തിനാണ് പരപ്പളവ് ഏറ്റവും കൂടുതൽ? ഇത് ചെയ്തു നോക്കാം നമുക്ക്. Draw a rectangle of perimeter 30 centimeters and sides of length in the ratio 1:2. With the same perimeter, draw 2 more rectangles with the sides in the ratio 2:3 and 3:7. Calculate the areas of the 3 rectangles. Which rectangle has the greatest area? ചെയ്തു നോക്കാമേ. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ 30 സെന്റിമീറ്റർ ആണ്. അപ്പം ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ഫുള്ളായിട്ട് 30 സെന്റിമീറ്റർ ആണ്. ഇതും 4 വശങ്ങളിലൂടെ ആഡ് ചെയ്ത് നമുക്ക് 30 കിട്ടുമെങ്കിൽ അടുത്തടുത്ത 2 വശങ്ങളുടെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15. ദ റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് ദ ലെങ്ത് എന്ന് പറയുന്ന അവർ എത്ര തന്നിട്ടുണ്ട്? 1:2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് 1 സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 1 + 2 3, അതായത് 1/3 ഓഫ് 15. ലെങ്ത്തിന്റെ സൈഡ്സ് ഈ 2 വശങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 2 വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ 1:2 ആണെങ്കിൽ ലെങ്ത് ഓഫ് 1 സൈഡ് 1/3 ഓഫ് 15 ചെയ്ത് 1 സൈഡ് കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 × 15. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 5 എന്ന് വരും. അടുത്തത് ലെങ്ത് ഓഫ് അതർ സൈഡ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? 2/3 ഓഫ് 15. അപ്പൊ എന്ത് വരും? 2/3 × 15. നമ്മളത് കട്ട് ചെയ്യുമ്പോൾ 5 വരും. 5 2s are 10 വരും. അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും എങ്ങനെ വരണം? ഇത് 10ഉം ഇത് 5ഉം. ഓക്കെ. ചതുരത്തിന്റെ ചുറ്റളവ് 30 ആണ്. അപ്പൊ അടുത്തടുത്ത വശങ്ങളുടെ തുക എന്ന് പറയുന്നത് 15 വരും. വശങ്ങളുടെ അംശബന്ധം 1:2 എന്നാണ്. ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ 15ന്റെ 1/3 ഭാഗവും അടുത്ത വശം 15ന്റെ 2/3 ഭാഗവുമാണ്. അപ്പൊ 15ന്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ 5ഉം 15ന്റെ 2/3 ഭാഗം എന്ന് പറഞ്ഞാൽ 5ഉം 5ഉം 10ഉം. അപ്പൊ ഈ അളവുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്റ്റാങ്കിൾ വരയ്ക്കേണ്ടത്. ഇപ്പൊ റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിളിന്റെ ഒരു വശം 10, ഇത് 5, ഇത് 10, 5. സോ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. ദെൻ ഇതിന്റെ ഏരിയയും കൂടെ ഒന്ന് കണ്ടുപിടിച്ചേക്കാം. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 10 × 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 cm². ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 30 ആണ് വരേണ്ടത്. പക്ഷെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ, അല്ലെങ്കിൽ 2 അഡ്ജസന്റ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ, അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തടുത്ത 2 വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. അപ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു 2 + 3 എന്ത് ചെയ്യണം? 5, അതായത് 2/5 ഓഫ് 15 നമ്മൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 × 15. കട്ട് ചെയ്യുമ്പോൾ 3 2s are 6 സെന്റിമീറ്റർ ആണ് ഒരു വശത്തിന്റെ നീളം. വിഡ്ത്ത് ഈസ് ഈക്വൽ ടു എന്ത് വരും? വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 3/5 × 15. ഇത് വിഡ്ത്ത് എന്നല്ല, ഏതെങ്കിലും 2 സൈഡിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ള, ടീച്ചർ അങ്ങ് വിഡ്ത്ത് എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പം ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 5 വരും. 5 3s are 5 ഇട്ട് കട്ട് ചെയ്യുമ്പോൾ 3 വരും. 3 3s are 9 സെന്റിമീറ്റർ എന്ന് വരും. അപ്പം റെക്റ്റാങ്കിളിന്റെ ഒരു വശം 9 സെന്റിമീറ്ററും ഒരു വശം 6 സെന്റിമീറ്ററും. അപ്പൊ അടുത്ത റെക്റ്റാങ്കിളിന്റെ ഒരു വശം 9, 6 എന്നിട്ട് ശരിയല്ലേ? 9 6 15. ഇത് 9 6 15. ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് 30 കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് ഏരിയ ഒന്ന് നോക്കിയേക്കാം. ഏരിയ ഈക്വൽ ടു എന്ത് വരും? 6 × 9 അല്ലേ? 6 × 9, 6 9s are 54 cm² എന്ന് വരും. അപ്പോൾ തൊട്ട് മുകളിലത്തെ നമുക്ക് 50 വന്നായിരുന്നു. അടുത്തത് 54 cm². മൂന്നാമത്തതും കൂടെ ചെയ്തു നോക്കാം. ഇവിടെ പെരിമീറ്റർ 30 സെന്റിമീറ്റർ, 2 വശങ്ങളുടെ തുക എന്ന് പറയുന്നത് അപ്പോൾ 15 സെന്റിമീറ്റർ തന്നെ.
അവയുടെ റേഷ്യോ കൊടുത്തിട്ടുണ്ട്. 3:7 എന്ന റേഷ്യോയിലാണ് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ ഈ 7 3 നമ്മൾ ആഡ് ചെയ്യുന്നു. അതായത് 10/3 ഭാഗമാണ് ആരുടെ 15ൻ്റെ 10/3 ഭാഗമാണ് ഒരു വശത്തിൻ്റെ നീളം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾ 15 × 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റു 10 ചെയ്യുക. 15 × 3 വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 45/10 വരും. 45/10 എന്ന് വെച്ചാൽ ഒരു 0 ഉള്ള ആളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് മാറ്റി പുറകോട്ട് കുത്തിട്ടാൽ മതി എന്നറിയാമല്ലോ. ദാറ്റ് ഈസ് 4.5 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത വശത്തിൻ്റെ നീളം നമ്മൾ കണ്ടുപിടിക്കുന്ന ഇങ്ങനെ 10/7 ഭാഗം അല്ലേ? അത് 7/10 ഓഫ് 15 അല്ലെങ്കിൽ 15ൻ്റെ 10/7 ഭാഗം. അപ്പോൾ ഇൻറ്റു 15. അവിടെ നമ്മൾ 15 × 7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 105 എന്ന് കിട്ടും. ബൈ 10 ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സാധനം മാറ്റി കുത്തിടുമ്പോൾ എന്താവും? 10.5 എന്നാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കട്ടിങ് ഒന്ന് വേണേൽ കാണിച്ചു തരാം. ഇത് രണ്ടുകൂടെ കട്ട് ചെയ്യുക. 5ൻ്റെ ടേബിൾ വരും. 5 2s are 10, 5 3s are 15. 7 എത്രയാ? 21/2. 21ൻ്റെ പകുതി എത്രയാണ്? 10.5. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ചിത്രം വരയ്ക്കേണ്ടതിൻ്റെ ഒരു സൈഡ് 10.5 ഒരു സൈഡ് 4.5. അപ്പം തേർഡ് ചിത്രത്തിൽ ലെങ്ത് എന്ന് പറയുന്നത് 10.5, ഇത് 4.5, ഇതും 4.5. അപ്പം ശരിയല്ലേ? 4.5ഉം 10.5ഉം 10.5ഉം 21 ആയി. 4.5ഉം 4.5 9 ആയി. ടോട്ടൽ 30 വന്നു. ഇനി ഇതിൻ്റെ ഏരിയ ഒന്ന് നമുക്ക് കണ്ടുപിടിച്ചേക്കാം. ഏരിയ ഈക്വൽ ടു ഏരിയ അഥവാ പരപ്പളവ് സമം നീളം ഗുണം വീതി. 10.5 × 4.5. അപ്പം പോയിന്റ് ഒഴിവാക്കിയിട്ട് 105നെ 45 കൊണ്ട് ഗുണിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 4725 എന്ന് കിട്ടും. 2 പോയിന്റിന് ശേഷം 2 വിരലോട് 2 ഡിജിറ്റ് മാറ്റി കുത്തിട്ടപ്പോൾ 47.25 എന്ന് കിട്ടി. 47.25 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ആദ്യത്തേതിൽ 50 കിട്ടി, രണ്ടാമത്തേതിൽ 54 കിട്ടി, മൂന്നാമത്തതിൽ 47.25 എന്ന് കിട്ടി. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ഏരിയ വന്നത് ഏതാ? 2:3. ഇത് 1:2 എന്നുള്ള റേഷ്യോ ആയിരുന്നു. ഇത് 2:3 എന്നുള്ള റേഷ്യോ ആയിരുന്നു. ഇത് 3:7 എന്നുള്ള റേഷ്യോ ആയിരുന്നു. ഇതിലാണ് ഏറ്റവും കൂടുതൽ വന്നത്? 2:3 എന്നുള്ള ഈ റേഷ്യോയിലാണ് ഏറ്റവും കൂടുതൽ വന്നത്. ഇത് ചെയ്ത് നോക്കിക്കോളണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ.